ഓം മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനാം വാസിഷ്ഠാന്തേ വസദൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യന്ത്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഢേ. ഹരേ ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമ. ശരണമയ്യപ്പ. എല്ലാ സജ്ജന ശ്രേഷ്ഠന്മാർക്കും 100,000 സ്നേഹ മംഗള ആശംസകൾ. നമ്മളിപ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങുകയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഹൈന്ദവ സംസ്കൃതി അടിമുടി ഒരു പരിവർത്തനത്തിലൂടെയും ഒരു ഉത്തേജനത്തിലൂടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെയും കടന്നു പോകുന്ന കാലഘട്ടമാണ്. സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്കും ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കും ഹൈന്ദവ സമൂഹം ഉയർന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നാം ഓരോ വ്യക്തിയും ആ വ്യക്തി ജീവിതം എങ്ങനെ സംശുദ്ധമാക്കാം, വ്യക്തിജീവിതം എങ്ങനെ സംശുദ്ധമാക്കാം, വ്യക്തിജീവിതം എങ്ങനെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ ദുഃഖത്തിൻ്റെ തരി പോലുമില്ല കണ്ടുകുട്ടിക്കാൻ, അതുപോലെ എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാം, ഇത് കണ്ട് അറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പ്രൗഢാനുഭൂതിയിലെത്തിയ ഋഷീശ്വരന്മാർ പറഞ്ഞ ആ മാർഗത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുമ്പോൾ ഇമ്പമുള്ള സന്തോഷ സംതൃപ്ത ജീവിതം ധന്യമായി നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. ഇത് വേണമോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. അപ്പോൾ പരാതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, കുറ്റവും കുറവുമില്ലാത്ത ഒരു കുടുംബജീവിതം, ആ ജീവിതത്തിൽ എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും പരസ്പരം കൊടുത്തുകൊണ്ടും പരസ്പരം വാങ്ങിച്ചുകൊണ്ടും സ്നേഹമസൃണിതമായ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു ജീവിതം ആരാണ് സ്വപ്നം കാണാതെ? ദേവന്മാർ പോലും അസൂയപ്പെടുന്ന ജീവിതം ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമായ ചില ട്രിക്സുകളുണ്ട്. എന്താണ് ആ ട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണാവതാരമെടുത്തിട്ടുള്ള കൃഷ്ണൻ നമ്മോട് പറയുന്നു, ജീവിതം ധന്യമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരോട് ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറയുന്നു എന്ത്? ജീവിതത്തിൽ അവനവൻ്റെ ജീവിതത്തിൽ അവനവനോട് പോലും ഒരു ഒട്ടൽ പാടില്ല, ഒരു ബോണ്ടിങ് പാടില്ല, ഒരു വെൽഡിങ് പാടില്ല, ഒന്നിനോടും ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കരുത്. ഇതിന് നമ്മെ പ്രാപ്തമാക്കുന്ന അവതാരത്തിൻ്റെ പേരാണ് വ്യാസ ഭഗവാൻ. നമ്മുടെ ഹൃദയത്തിൻ്റെ വികാസം, നമ്മുടെ ബുദ്ധിയുടെ വികാസം, നമ്മുടെ ചിന്തകളുടെ വികാസം, നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കുന്നതാണ്
വ്യാസഭഗവാൻ. അതിന് നമ്മെ പ്രാപ്തനാക്കുന്ന അവതാരമാണ് പൂർണ്ണ ജ്ഞാനാവതാരം. അതിന് ഭഗവാൻ ആരെയാണ് ഉയർത്തുന്നത്? ഉദ്ധരേതാത്മനാത്മാനം. പരിശ്രമശാലികളെ സ്വയം ഭഗവാൻ ഉയർത്തും. അങ്ങനെയുള്ള പരിശ്രമശാലികൾക്ക് മാത്രമുള്ളതാണ് ജീവിതം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് റീടേക്കില്ല എന്ന് സത്യത്തെ അറിയുന്നവർ, സത്യത്തെ മനസ്സിലാക്കുന്നവർ, ജീവിതം എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറു പോലുള്ള ജീവിതം. ആ ജീവിതം അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും സഹോദരങ്ങളോടും സഹോദരിമാരോടും സുഹൃത്തുക്കളോടും ഒരു അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സ്നേഹം കൊടുത്തും വാങ്ങിച്ചും സന്തോഷപ്രദമായ ഒരു ജീവിതം. ഒന്നിനോടും ഒട്ടലില്ലാത്ത ജീവിതം. ദുഃഖ സംയോഗ വിയോഗ യോഗ സംചിത. യോഗമെന്ന് പറഞ്ഞാൽ ദുഃഖ സംയോഗ വിയോഗ ഇത് യോഗ. പതഞ്ജലി മഹർഷി പറഞ്ഞു ദുഃഖവൃത്തി നിരോധിതാഹ ഇത് യോഗ. ദുഃഖത്തെ നിരോധിക്കുക, ദുഃഖത്തെ അകറ്റുക, ദുഃഖത്തെ അടുപ്പിക്കാതിരിക്കുക. എന്നാ ഭഗവാൻ പറയുന്നു ദുഃഖ സംയോഗ വിയോഗ. ദുഃഖത്തോട് സംയോജിച്ച് അറിയുക, ഉടൻ തന്നെ വിയോഗിക്കുക. അത് നമ്മൾ മൊബൈലിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തോണ്ടുകയല്ല. അതിനകത്ത് ഒരിക്കലും ചെയ്യരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തൊടരുത്, തൊട്ട് കഴിഞ്ഞാൽ അതെല്ലായിടത്തും പോയി പിടിക്കും. ഇനി അഥവാ വല്ല വിധത്തിലും തൊട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഡിലീറ്റ് ആക്കണം, റീസൈക്കിൾ ബിന്നിനകത്ത് കൊണ്ടുവിടണം. അപ്പോൾ ഈ ദുഃഖത്തെ അറിഞ്ഞ് അതിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതിന് ഭഗവാൻ കർമ്മസന്യാസ യോഗത്തിൽ, അതായത് 5-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ 7-ാമത് ഒരു നല്ല ശ്ലോകം, വളരെ മധുരമായ, അതിൻ്റെ സുഗന്ധം നല്ല വിയർപ്പിൻ്റെ സുഗന്ധമാണ്, ജീവിതത്തിൻ്റെ സുഗന്ധമാണ്. നല്ല തേനിൽ മുക്കിയ ഒരു ഷുഗർ കോട്ടഡ് വേഡുകളാണ് കൃഷ്ണൻ നമുക്കായി എഴുതി വച്ചിരിക്കുന്നത്. നമുക്കെന്താണെന്ന് നോക്കാം. ശരണമയ്യപ്പ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്ത ഭഗവാൻ അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. യോഗയുക്ത മറ്റൊന്നുമല്ല, കർമ്മയോഗം ജീവിതത്തിൽ അനുഷ്ഠിക്കണം. ജീവിതം കർമ്മം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാലദേശങ്ങളിൽ വെച്ച് നാം അനുഭവിക്കുന്ന ചെയ്യുന്ന ഡ്യൂട്ടീസുകളെയാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്തിട്ട് വരുന്നതാണോ അതാണ് കർമ്മം. ആ കർമ്മം ഈശ്വരനുമായി യോജിക്കണം. ഇത്രയേ ഭഗവാന് പറയാനുള്ളൂ. ആ കർമ്മയോഗമായി അനുഷ്ഠിക്കണം. അതെന്താ തിരുമേനി അങ്ങനെ പറയുന്നത്? എന്താ ഇത്ര നിർബന്ധം? ഒരു നിർബന്ധവുമില്ല. ഞാൻ ഇതിനിടെ ഒരു പ്രൊഫസർ കുടുംബ പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ അടുക്ക വന്നു. ഞാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല ചേച്ചി, ചേട്ടൻ എന്ത് പറയുന്നുണ്ടെങ്കിലും യെസ് അടിച്ച് വിട്ടേച്ചാൽ മതി. ഇപ്പം രാത്രിയാണ്, നട്ടുച്ചക്ക് പറഞ്ഞാൽ ശരി ചേട്ടാ എന്ന് പറയുക. അല്ല
സുപ്രഭാതമാണെന്ന് പറഞ്ഞാൽ ശരി എന്ന് പറയാം. ഇന്ന് ബിരിയാണി ആയിക്കോട്ടെ പറഞ്ഞാൽ ശരി എന്ന് പറയാം. ഇന്ന് നീ കറുത്ത സാരി ഉടുത്തോളൂ പറഞ്ഞാൽ ശരി എന്ന് പറയാം. നീ പൊട്ടു തൊടണ്ട എന്ന് പറഞ്ഞാൽ ശരി എന്ന് പറയാം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും യെസ് നെവർ സേസ് ടു നോ എന്ന് പറഞ്ഞു. അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. അവരുടെ കുടുംബ പ്രശ്നത്തിന് കാരണവും അതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടും, എനിക്കത് സാധിക്കില്ല, ഞാനൊരു പ്രൊഫസറല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. താങ്കളിപ്പോൾ ചെയ്യുന്നത് പോലെ ഭാര്യയും ഭർത്താവും 2 റൂമിൽ കിടന്നുറങ്ങേണ്ടി വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൃശ്ശൂർ പൂരം പറമ്പിൽ പോലെ ടീച്ചറുടെ ഹൃദയത്തിൽ പഞ്ചവാദ്യം കൊട്ടും. വേറെ കുഴപ്പമൊന്നുമില്ല. ടീച്ചറുടെ മനസ്സ് അരി തിളച്ചു പൊങ്ങുന്നത് പോലെ പൊങ്ങും. കുഴപ്പമൊന്നുമില്ല. ടീച്ചറുടെ മനസ്സ് ഭഗവാൻ പറയുന്നു വിഗതജ്വര, പൊട്ടിയൊഴുകുന്ന വ്രണം പോലെയാകും. ടീച്ചറുടെ ബുദ്ധി ലാവാപ്രവാഹമുള്ള അഗ്നിപർവ്വതം പോലെയാകും. ഇതാണ് ഇപ്പം. ഇതിനൊക്കെ ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. ആ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യുക. വീട്ടിലൊരു പ്രശ്നവും ഇല്ല. അടുക്കളയിൽ എന്തൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നോ ആ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യുക. പിന്നെ അതൊന്നും തിളച്ചു പൊങ്ങില്ല. ഇതുപോലെ ടീച്ചർ സാറ് പറയുന്നതിന്, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ യെസ് അങ്ങോട്ട് പറയണം. ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, ചെയ്യാൻ പറ്റാത്തത് പിന്നീട് കൂളായിട്ടാകുമ്പോൾ സ്നേഹബുദ്ധിയ പ്രേമസ്വരൂപമായി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു. ടീച്ചർക്ക് മിണ്ടാട്ടമില്ല. ടീച്ചർ പോയി. 3 മാസങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ചു. ടീച്ചർ പറഞ്ഞു, ഇപ്പോഴാണ് ജീവിതം ധന്യമായത് എന്ന്. 3 മാസമായി ഞങ്ങളുടെ ജീവിതം മധുവിധുവാണെന്ന്. ഇത് ഭഗവത്ഗീതയിലെ ഭഗവാൻ യോഗയുക്ത കർമ്മം അനുഷ്ഠിക്കണം. എങ്ങനെ? കർമ്മയോഗമാക്കിയിട്ട്. ടീച്ചർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ യൂട്യൂബിൽ വെക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. അപ്പോൾ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളും എന്താണ്? 18 അധ്യായങ്ങളും ഓരോ അധ്യായത്തിൻ്റെ കൂട്ടത്തിൽ ഭഗവാൻ എഴുതി വച്ചിരിക്കുന്നു. എന്ത്? അർജുന വിഷാദയോഗം, സാഖ്യയോഗം, കർമ്മയോഗം, ജ്ഞാനകർമ്മ സന്യാസയോഗം, കർമ്മസന്യാസയോഗം, അങ്ങനെ മോക്ഷസന്യാസയോഗത്തിലോട്ടെത്തുന്നു. എല്ലാം യോഗം. യുജ്യതേ ഇതി യോഗം. അപ്പോൾ ഈ ടീച്ചറുടെ വീട്ടിൽ ടീച്ചർ എപ്പോഴും ജപിക്കാൻ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൻ്റെ പേരാണ്, വളരെ രഹസ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഃഖ ഔഷധമായ നാമമന്ത്രം. ഏത്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എൻ്റെ അമ്മ എനിക്കിത് ഉപദേശിച്ചു തന്നതാണ്. അമ്മ ജീവിതകാലം മുഴുവൻ നിരന്തരം ജപിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രമാണിത്. അമ്മ എപ്പോഴും ജപിക്കുന്നത് കേട്ട് പഠിച്ചതാണ് ഞാൻ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ 18 അധ്യായങ്ങളും, അപ്പോൾ കർമ്മം യോഗമാക്കിയാൽ ആ കർമ്മഫലം ഈശ്വര അനുഗ്രഹമായി കരുതണം. കർമ്മഫലം ഇല്ല എങ്കിലോ അത് ഈശ്വര പരീക്ഷണമാക്കി മാറ്റും. അത് ഈശ്വര പരീക്ഷണമാക്കി മാറ്റണം. അപ്പോൾ അടുക്കളയിൽ തീ പോലെ, ജീവിതത്തിന് പ്രാണവായു പോലെ ഈശ്വരൻ കുരുക്ഷേത്ര ജീവിത യുദ്ധമധ്യത്തിങ്കൽ എല്ലാം യോഗമാക്കി മാറ്റാൻ പറയുകയാണ്. ഇനി യോഗമാക്കി മാറ്റിയില്ല എങ്കിലോ ശ്രദ്ധിക്കണം, ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ റിസൾട്ട് പ്രതീക്ഷിക്കും. അപ്പോൾ കർമ്മഫലം എന്താകും? എന്തെങ്കിലും ഒരു നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അവസാനം അതിൽ മുങ്ങിപ്പൊങ്ങി തകർന്ന് തരിപ്പണമായി ആത്മഹത്യയിലെത്തുന്നു നമ്മുടെ ജീവിതം. അതുകൊണ്ട് കർമ്മഫലം എന്തായി മാറും? വിത്തായി മാറും. എന്ത് വിത്ത്? ദുഃഖ
ദുഃഖത്തിരമാലകളായി മാറും. അപ്പോൾ ജന്മദുഃഖം, ജരാദുഃഖം, ജായദുഃഖം, പുനഃപുന സംസാര സാഗരം ദുഃഖം. തസ്മാൽ ജാഗ്രത ജാഗ്രത. ശങ്കരാചാര്യർ പറയുന്നു ജീവിതം അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഈശ്വരീയമായ ബുദ്ധി, അപ്പോൾ ഒരു ഭഗവത് ബോധം, അപ്പോൾ ഒരു ഈശ്വരീയമായ ചിന്തകളായി നാം നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാകണമെങ്കിൽ ദുഃഖത്തിരമാലകൾക്ക് പകരം സ്നേഹസമുദ്രമായി മാറും ജീവിതം. ഈ ടീച്ചറുടെ അനുഭവം പോലെ നമ്മുടെ ജീവിതവും നമുക്കാക്കി മാറ്റണം. എന്ത്? സ്നേഹസമുദ്രമാക്കി മാറ്റാൻ ഭഗവാൻ പറയുന്നു വിശുദ്ധാത്മാ. വിശുദ്ധാത്മാ എന്താണ്? നമുക്കിത് പഠിക്കാം. വാസനാമാല്യങ്ങൾ അകറ്റി വറുത്ത വിത്തുപോലെ. എന്താണ് വാസന? ഇത് തന്നെ വാസനാമാലിന്യം, കോർപ്പറേഷനിലെ നാറുന്ന വാസനാമാലിന്യം തന്നെ. അപ്പോൾ പൂർവജന്മ ധർമാധർമ്മങ്ങൾ ഈ ജന്മം മനസ്സിലും ശരീരത്തിലും ബുദ്ധിയിലും, ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ, ശരീരമനോബുദ്ധികളിൽ പ്രവർത്തിക്കുന്നതാണ് വിശുദ്ധാത്മാ. വാസനാമാലിന്യങ്ങളെ അതിനെന്ത് ചെയ്യണം? ഭഗവാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ വാസനയെ വറുത്ത വിത്തുപോലെയാക്കി പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം. ശങ്കരാചാര്യർ പറയുന്ന പോലെ എല്ലാത്തിനെയും പുനരപി പുനരപി എന്നുള്ളതൊക്കെ ഇല്ലാതാക്കി ഇപ്പോൾ നൗ 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 ഇതി ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ജീവിതം സന്തോഷ സംതൃപ്ത പൂരിതമാക്കി കൊണ്ട് നടക്കാൻ ഭഗവാൻ തുടർന്ന് പറയുന്നു വിജിതാത്മാ. എന്ത് രസമാണല്ലേ ഭഗവാന്റെ ഓരോ വാക്കുകൾ. വേദവ്യാസ ഭഗവാൻ വരച്ച ഈ ചിത്രം ഒരു ക്യാൻവാസിലും ആർക്കും ചിത്രീകരിക്കാനാവില്ല. മറിച്ച് അവനവൻ്റെ ഹൃദയമാകുന്ന ക്യാൻവാസിൽ നമ്മളത് വരയ്ക്കുകയും നമ്മുടെ അച്ഛനെയും നമ്മുടെ അമ്മയെയും നമ്മുടെ ഭാര്യയെയും നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരന്മാരെയും ആ ക്യാൻവാസിൽ വിശ്വംദർപ്പണ വിശ്വമാന നഗരി തുല്യം നിജ അന്തർഗതം. ശങ്കരാചാര്യർ പഠിപ്പിക്കുന്നതാണിത്. ശങ്കരാചാര്യർ പഠിപ്പിക്കുന്നതാണ് ഉള്ളിൽ തെളിഞ്ഞ് കാണാൻ വിചിതാത്മാ. മനസ്സിനെ സ്വസ്ഥമാക്കണം, മനസ്സിനെ സ്വസ്ഥമാക്കണം. ഈ സ്വസ്ഥമാക്കുക എന്നുള്ളതിന് പകരം ഇംഗ്ലീഷിലോ മറ്റ് വേറെ ഒരു ലാംഗ്വേജിലോ ഇല്ല. ഇത് വേദങ്ങളുടെ ഒരു മോണോപ്പൊളി വേർഡാണ്. ഭഗവാൻ വേദങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്ത്? വിജിതാത്മാ, മനസ്സിനെ സ്വസ്ഥമാക്കുക. മനസ്സിനെ സ്വസ്ഥമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ കാണുമ്പോൾ ആ ചേട്ടാ ചായ എടുക്കട്ടെ, ഉടനെ വേണമെന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറി പറഞ്ഞാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കഴിഞ്ഞാലും എന്ത് പറഞ്ഞാലും മനസ്സിനെ അവനവൻ്റെ പോക്കറ്റിൽ തന്നെ ഇടുക. വാട്സാപ്പ് എത്തി 100,000 കാര്യങ്ങൾ കാണുന്നു, എല്ലാം കണ്ട് വറക്കാതെ മനസ്സിനെ സ്വസ്ഥമാക്കി ഇരുത്തുക. ചാനലുകൾ 32 ചാനലുകളിലെ ബൗ 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 എന്നുള്ള എന്ത് കണ്ടു കഴിഞ്ഞാലും അതൊക്കെ കണ്ട് ഉടൻ തന്നെ മനസ്സിനെ സ്വന്തം സ്ഥാനത്ത് ഇരുത്തുക. യൂട്യൂബിൽ പൊക്കോ, എല്ലാം കണ്ടോ, 1 മണിക്കൂർ കണ്ടോ, പക്ഷെ അതിനോടൊന്നും ഒട്ടാതെ മനസ്സിനെ സ്വന്തം സ്ഥാനത്ത് തന്നെ ഇരുത്തുക. ഇവയുടെ പിറകെ പോയി ദുഃഖ ദുരിതങ്ങളിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക. ഇവയുടെ പിറകെ പോയി ഭർത്താവിനെ ഉപേക്ഷിക്കാതിരിക്കുക. ഈ സോഷ്യൽ മീഡിയകളുടെ കൂട്ടത്തിൽ പോയി മക്കളെ കുറ്റം പറയാതിരിക്കുക. ഈ സോഷ്യൽ മീഡിയകളുടെ പിറകെ പോയി അവനവനെ സ്വയം ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. ഇതാണ് സ്വസ്ഥം, ഇതാണ് വിജിതാത്മാ. നിരിന്ധന ഇവാനില. വേദങ്ങൾ പറയുന്നു നിരിന്ധന ഇവാനില, കത്തിക്കരിഞ്ഞ ഇന്ധനം പോലെ, കത്തിക്കരിഞ്ഞ വൈക്കോല് പോലെ ഒരു ഊതി അങ്ങോട്ട് പോകണം ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങളും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ വിജിതാത്മാ. പഠിക്കണം, ഇത് പഠിക്കണം.
ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാരണം എപ്പോഴും പ്രഹസന്നിവ ഭാരത, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോലും ചിരിച്ചുകൊണ്ട് മന്ദസ്മിതം തൂകിക്കൊണ്ട്, ഭുവനമോഹന മന്ദസ്മിതം തൂകിക്കൊണ്ട് കൃഷ്ണൻ നമ്മോട് പറഞ്ഞു, സന്തോഷിക്കാനുള്ളതാണ് ജീവിതം, സംതൃപ്ത ജീവിതമാണ്, സന്തോഷിക്കാനുള്ളതാണ്, ചിരിക്കാനുള്ളതാണ്, ചിരിപ്പിക്കാനുള്ളതാണ്, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താനാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ്. അതിന് ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയ നിഗ്രഹണം, നിഗ്രഹം എന്ന് വെച്ചാൽ നശിപ്പിക്കലല്ല, നിയന്ത്രിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, ഇന്ദ്രിയ വ്യാപാരങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചാൽ ലോകത്തെ കീഴടക്കി എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. അത് ഇപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയുടെ പിറകിലാണ്. അത് ഒന്ന് നിയന്ത്രിക്കണം. യഥാസംഹരതേ ചായം കൂർമോ ഗാവനീവ ഏവക ഏവച ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, നിന്റെ ബുദ്ധി ഉറച്ചതാകുന്നു. എന്തുപോലെ? ഒരു ആമയെ പോലെ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളുടെ പിറകെയാണിപ്പോൾ നമ്മുടെ ജീവിതം ഓടി തളർന്ന് തരിപ്പണമായി. മരുഭൂമിയിലെ കാനൽ ജലം കണ്ടിട്ട് മാൻപേട ഓടി ഓടി പെട്ടഞ്ഞ് വീണ് മരിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയകളുടെ പിറകെ, ശബ്ദത്തിൻ്റെ പിറകെ, കുഴിമന്തി നോൺ വെജുകളുടെ പിറകെ ശവന്തീനികളായി പോകുന്നു. അപ്പോൾ ശബ്ദം, സ്പർശം ആനയെപ്പോലെ AC-യുടെയും അതിൻ്റെയും ഇതിൻ്റെയും 100,000 സ്പർശനങ്ങളുടെ പിറകെ പോയി, ശബ്ദസ്പർശ രസരൂപഗന്ധാദികളുടെ പിറകെ പോയി. നാം ജീവിതത്തെ തകർക്കുന്നു, നാം ജീവിതത്തെ തകർക്കുന്നു. ഇത് ഒന്ന് നിയന്ത്രിക്കണം. യഥാസംഹരതേ ചായം. എങ്ങനെയാണോ ആമ ഒരു അപകടം വരുമ്പോൾ അതിൻ്റെ 4 കാലും തലയും അതിൻ്റെ അകത്തോട്ടിട്ട് ആ ആമത്തോടിനകത്ത് സുരക്ഷിതമായി ജീവിക്കുന്നത്, ഇതുപോലെ നാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിക്കണം. എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഒന്ന് നിയന്ത്രിക്കണം. നമ്മൾ മൊബൈലിൻ്റെ അമിതമായ മൊബൈൽ മാനിയ ഒന്ന് നിയന്ത്രിക്കണം. നമ്മൾ ആദ്യം നിയന്ത്രിച്ച് ഭർത്താവിനോട് പറയാ, ചേട്ടാ കുറച്ചൊരു കൺട്രോൾ വരുത്തൂ. വൈഫിനോട് പറയാ, എൻ്റെ പൊന്നു മോളെ ഈ മൊബൈലിൻ്റെ ഉപയോഗം കുറച്ചൊന്ന് നിയന്ത്രിക്ക്. മക്കളോട് പറയാ, ദേ അച്ഛൻ നിയന്ത്രിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ അല്പം ഒന്ന് നിയന്ത്രിക്കുക. അപ്പോൾ എന്തായിരിക്കും? അപ്പം ഭഗവാൻ പറയുന്നു, സർവഭൂതാത്മഭൂതാത്മാ. അപ്പോൾ നമ്മുടെ മനസ്സ് പരിശുദ്ധമായി നിരിന്ധന ഇവാനില, കെട്ടടങ്ങിയ ചാരം പോലെ, കെട്ടടങ്ങിയ വൈക്കോല് പോലെ ചാലമായ എന്ത് ജീവിത പ്രശ്നവും ഒരു ഊതലിന് പറന്നു പൊക്കോളും. അപ്പോൾ സർവഭൂതാത്മാ ഭൂതാത്മാ എന്താണ്? എല്ലാ ഭൂതങ്ങളിലും രൂപവും നാമവുമുള്ള പ്രപഞ്ചത്തിലെ സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ജഗദീശ്വരനാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അദ്വൈത അനുഭൂതി നമുക്കവിടെ അനുഭവപ്പെടും. രണ്ടില്ല, രണ്ടാക്കാൻ പറ്റാത്ത ഒന്ന്. അതേതാണ്? ജീവാത്മ പരമാത്മ ഐക്യത്തിലോട്ട് നമ്മളെത്തും. അപ്പോഴോ വേദാന്തമായ ജഗൻ മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മൈവ ന അപര അനേക വേദ്യം സശാസ്ത്രം ഇതി വേദാന്തദിണ്ടിമാഹ. ഇതാണ് വേദങ്ങളുടെ പെരുമ്പറ ഘോഷ. ആ അദ്വൈതാനുഭൂതിയിലോട്ട് നമ്മളെ ഉയർത്തും. ഇങ്ങനെയുള്ള ഈ വ്യക്തി തുടർന്ന് ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറയും എന്ത്? കുറുവൻ അപി, ഈ വ്യക്തി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ഭാവിയോടൊപ്പം സല്ലപിക്കുന്നു, ഭർത്താവിൻ്റെ ഒപ്പം ശയിക്കുന്നു, മക്കളോടൊപ്പം കളിച്ചു നടക്കുന്നു,
സുഹൃത്തുക്കളോടൊപ്പം പോകുന്നു, ജോലി ചെയ്യുന്നു, അടുക്കളയിൽ കിച്ചണുകൾ ചെയ്യുന്നു, വീടടിച്ചു വാരുന്നു, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നു, മൊബൈൽ എടുക്കുന്നു, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ്ഡ് ആകും. വേദാന്തം ഒന്നും നിഷേധിക്കുന്നില്ല. വേദങ്ങൾ എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ 45 വർഷമായി വേദോപാസകനായി അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായി ഞാൻ ജീവിക്കില്ലായിരുന്നു. അന്ത്യനിമിഷം വരെ വേദാന്ത വിദ്യാർത്ഥിയായി ഭഗവത്ഗീത ഉപാസകനായി ജീവിക്കണം. ഇതാണ് എൻ്റെ പാഷൻ. കാരണം ഇതൊന്നും നിഷേധിക്കുന്നില്ല. അപ്പോഴോ എല്ലാത്തിനകത്തും ഇൻവോൾവ്ഡ് ആവുമ്പോഴോ നമുക്ക് ജീവിതം നിത്യ യൗവനത്തിൽ കൊണ്ട് നടക്കാം. BP 120/80 തന്നെ ആയിരിക്കും. അപ്പോഴോ നലിപ്യതേ, ഒന്നുമായും ബന്ധിക്കപ്പെടുന്നില്ല, ഒന്നുമായും ഒട്ടുന്നില്ല. അപ്പോഴോ ജീവിതം ദുഃഖ പരമ്പരയാകുന്നില്ല. അപ്പോഴോ ശ്രദ്ധിക്കണം, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാഞ്ജഗർ തേനേ ത്യക്തേന ഭുഞ്ചീത. വേദങ്ങൾ പറയുന്നു ഇവയൊക്കെ ത്യജിച്ചുകൊണ്ട് ഭുജിക്കണം. എന്ത്? അച്ഛനെ പൂജിക്കണം, ത്യജിച്ചുകൊണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ മരിക്കും. തേനെ ത്യക്തേ, എന്നിട്ട് അച്ഛനെ സ്വീകരിക്കണം. അമ്മയെ, പെറ്റമ്മ സ്വീകരിക്കണം. അമ്മയാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇതാണ് ഹൈന്ദവ സംസ്കൃതി. ഹിന്ദുക്കളായ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല, പഠിച്ചോളൂ ഇപ്പോഴും. അപ്പോൾ അമ്മയെ പൂജിക്കണം. പക്ഷെ ഓർമ്മ വേണം, ഇന്നല്ലെങ്കിൽ നാളെ അമ്മ നമ്മളെ വിട്ടുപോകുമെന്ന്. തേനെ ത്യക്തേന ഭുജിക്കുക. ഭർത്താവിനെ പതിശുശ്രൂഷയാം ധർമ്മം. ഇതിനപ്പുറത്ത് മറ്റൊരു ധർമ്മമില്ല. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി. പഠിക്കൂ പെങ്ങളെ, പഠിക്കൂ സഹോദരി, ഇതിനപ്പുറത്ത് മറ്റൊരു ധർമ്മം നിനക്കില്ല. പതിശുശ്രൂഷയം, ഭർത്താവിനെ പൂജിക്കുന്നതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ധർമ്മം ഇല്ല ഹിന്ദുവിന്. 4 പതിറ്റാണ്ട് കാലം വേദം പഠിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, പതിശുശ്രൂഷയാം ധർമ്മം. ആ ഭാര്യയോട്, ഭർത്താവിനോട് ഒരു ബോണ്ടേജ് പാടില്ല, ഒരു ബോണ്ടിങ് പാടില്ല. കാരണം എന്താണ്? തേനെ ത്യക്തേന ഭുഞ്ചീത. എൻ്റെ ഭർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് ഇപ്പോഴേ കാണുക. കയ്യിൽ എത്ര ക്യാഷ് വന്നു കഴിഞ്ഞാൽ, ലോട്ടറി അടിച്ചാലും അടിച്ചില്ല എങ്കിലും ഓർമ്മ വേണം, കയ്യിൽ മഹാലക്ഷ്മിയെ നിറച്ച് വെക്കുമ്പോൾ ബാങ്കിൽ ഒരു ദിവസം എണ്ണിയാൽ തീരാത്ത കോടികൾ ഉണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം സീറോ ബാങ്ക് ബാലൻസ് ആയിരിക്കും. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ടായിരിക്കും. അപ്പോൾ തേനെ ത്യക്തേന ഭുഞ്ചീത. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ പറഞ്ഞു തേനെ ത്യക്തേന ഭുഞ്ചീത. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കുമെന്ന്. യൗവനത്തിൽ നാം ഓർക്കണം, വാർദ്ധക്യം വരും, ഈ യൗവനം നമ്മളെ നഷ്ടപ്പെടും. അങ്ങനെ എല്ലാം ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയാണ് തേനെ ത്യക്തേന ഭുഞ്ചീത. അപ്പോൾ ഈ സത്യം എല്ലാത്തിനോടും ഒരു അസോസിയേറ്റ് മാത്രം. വീടുണ്ടാകും, എല്ലാ സൗകര്യവും ഉണ്ടാവും. അതൊക്കെ കുറച്ചാൽ പുതിയ വീട് പെയിൻ്റ് അടിച്ചാൽ ഒരു 6 മാസം ഗംഭീരമായിരിക്കും. പിന്നെ മെന്നെ ചുക്കി ചൊളിഞ്ഞു പോവും. കാർ ആദ്യം മേടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ 4 സർവീസും കഴിയുമ്പം കട്ടപ്പുക. ശ്രദ്ധിക്കണം, കാറിന് എത്ര ടയറാണ് ഉള്ളത്? 4 ടയറ് ഭൂമിയിൽ മുട്ടുന്ന 1 സ്റ്റെപ്പിന് വെക്കും. എന്തിനാണ്? ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ മാറ്റിയിടാൻ. ഇതുപോലെ ജീവിതത്തിൽ എല്ലാം പഞ്ചറാകും എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ജീവിതം അടിപൊളിയായി കൊണ്ടു നടക്കാൻ ഭഗവാൻ തുടർന്ന് പറയുന്നു, ഒരു എളുപ്പമാർഗം പറയുന്നു. എന്ത്? നാമരൂപ ജപധ്യാനം. ജീവിതത്തിൽ എപ്പോഴും നാം കൊണ്ടു നടക്കണം. തസ്മാ സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജ. നാം ജീവിതത്തിൽ എന്തിനോടൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ, എന്തിലൊക്കെ ഇൻവോൾവഡ് ആകുന്നുണ്ടോ, എവിടെയൊക്കെ പോകുന്നുണ്ടോ, അവിടെയൊക്കെ നാം കൊണ്ടുപോകേണ്ടതാണ് നാമം. നാമസ്വരൂപമായ ഭഗവാനെ ചുണ്ടിലെപ്പോഴും കൊണ്ടു നടക്കുക, ബുദ്ധിയിലെപ്പോഴും കൊണ്ടു നടക്കുക, ബോധത്തിലെപ്പോഴും കൊണ്ടു നടക്കുക. അപ്പോൾ ഏത് ICU യൂണിറ്റിലും നമുക്ക് കൊണ്ടു നടക്കാം. എന്ത്? ഈ നാമത്തെ. അപ്പോൾ ആ നാമത്തിൽ നിന്നും നമുക്ക് ജപശക്തി, ആ ജപശക്തി കൊണ്ട് 1,000,000,000 സൂര്യ തേജസ്സായിരിക്കും നമുക്കുണ്ടാകുക.
ഇപ്പോൾ ഈ നാമം ഇങ്ങനെ ജപിക്കുമ്പോൾ അത് എനർജി നശിപ്പിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല, ഒക്കെ നമുക്കറിയാം. അപ്പോൾ സൗണ്ട് എനർജിയാണ്. ഈ സൗണ്ട് എനർജി എന്താവും? കൺവേർട്ടഡായി ഈശ്വരീയമായ സാന്നിധ്യം ഓക്സിജൻ O2 ഓരോ കോശങ്ങളിലും എത്തുന്നത് പോലെ ഈ സൗണ്ട് എനർജി ഒരേ നാമം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും 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 ഓരോ കോശങ്ങളിലും കോസ്മിക് എനർജിയായി, പ്രാണ ഊർജമായി, പ്രാണശക്തിയായി ജഗതീശ്വരൻ നമ്മളിൽ കുടികൊള്ളും. അപ്പോൾ രാവിലെ ഒരു വിഷ്ണു സഹസ്രനാമ ജപം, ഇത്തിരി ധ്യാനം, ക്ഷേത്രദർശനത്തിലും നാമജപം കൊണ്ട് നടക്കണം. വൈകുന്നേരമാകുമ്പോൾ ഒരു ലളിതാ സഹസ്രനാമം. ഇത് നമ്മൾ പഠിക്കണം. നമ്മളെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചില്ല എന്ന കുറ്റം പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറഞ്ഞ് നടക്കുകയല്ല വേണ്ടി. എൻ്റെ അച്ഛനെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. എൻ്റെ ഗുരുവിനെ നിങ്ങൾക്കറിയാം, സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ഭഗവത്ഗീത എന്ന നാമധേയത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നെ പഠിപ്പിച്ച ഈ ധർമ്മശാസ്ത്രങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ജീവിതത്തിൻ്റെ സായംകാലം ഒരു വാക്കിംഗ് സ്റ്റിക്കായി ഇത് കൊണ്ടു നടക്കാം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഭഗവത്ഗീതയും ഭാഗവതവും നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നിർബന്ധ ബുദ്ധിയാ പഠിപ്പിക്കണം. എന്തിന് എന്ന ചോദ്യത്തിന് ഹിന്ദുക്കളായ ജന്തുക്കളോട് ഈ സഹോദരൻ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തിനാണ് ഈ ധർമ്മശാസ്ത്രം പഠിക്കുന്നത്? മറ്റൊന്നിനുമല്ല, നമ്മളെ നാളെ അഗതി മന്ദിരത്തിൽ നമ്മുടെ മക്കൾ കൊണ്ട് തള്ളാതിരിക്കാൻ. എന്തിന്? നമ്മുടെ മക്കൾ നമ്മളെ നാളെ ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് അഗതി മന്ദിരത്തിൽ കൊണ്ട് നടതള്ളാതിരിക്കാൻ, ഗുരുവായൂരിൽ നടതള്ളാതിരിക്കാൻ ഈ ശാസ്ത്രം നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഈ ധർമ്മശാസ്ത്രത്തെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇതിന് ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭാര്യയോ ഭർത്താവിനോ സുഹൃത്തുക്കൾക്കോ എല്ലാവർക്കും അയക്കണം. ഒപ്പം അവരോട് പറയണം, ഇത് കാണണം, ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ചാനലിൽ തുടർന്നും ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും വേദങ്ങളും ഭാഗവതവും മാത്രം എങ്ങനെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗതീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമി കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.